നന്ദികേട് പരാമർശത്തിൽ MM മണിയെ അധിക്ഷേപിച്ച RSP നേതാവ് A അസീസ്. ക്ഷേമ പെൻഷൻ MM മണിയുടെ തന്തയുടെ വകയല്ലെന്ന് A അസീസ് പറഞ്ഞു. DCCയിൽ സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിലാണ് പരാമർശം. ഇന്നലെയും ഒരു നേതാവ് പറഞ്ഞു MM മണി അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് അറിയുമോ, ഞങ്ങൾ 2000 രൂപ പെൻഷൻ കൊടുത്ത് അത് വാങ്ങിച്ച് തിന്നുകൊണ്ട് നന്ദിയേട് കാണിച്ചതാണ് എന്ന് പറഞ്ഞാൽ MM മണിയുടെ തന്തയുടെ വകയാണോ ഇത്? പണം കൊണ്ട് അല്ലേ ഇത്? അല്ലാതെ മണിയുടെ കുടുംബസ്വത്തല്ലല്ലോ, മണിയുടെ കുടുംബസ്വത്ത് എടുത്തല്ലോ ഈ പെൻഷൻ കൊടുത്തത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, MM മണിയുടെ പരാമർശം ഓൾറെഡി അത് വലിയ വിവാദമായിട്ടുണ്ട്, CPM വലിയ തലവേദനയായിട്ടുണ്ട്. പക്ഷേ അസീസിന്റെ ഈ അധിക്ഷേപ പരാമർശവും ഇനി ചർച്ചയാകാൻ പോവുകയാണല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ദിവ്യ, കൊല്ലം DCCയിൽ സംഘടിപ്പിച്ച കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് വിജയിച്ച കൌൺസിലർമാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിലായിരുന്നു A അസീസ് ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തിയത്. സാധാരണയായി വിടുവായത്തരം സ്ഥിരമായി പറയുന്നതാണ് MM മണി MLA. അതിന് പിന്നാലെ അത്തരത്തിലൊരു പരാമർശം ഉണ്ടായ പിന്നാലെ വലിയ വിമർശനം ഉയരുകയും കോൺഗ്രസ് നേതാക്കളും സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പ് വരികയും ചെയ്തിരുന്നു. ഇന്ന് യോഗം നടക്കുന്ന സമയത്ത് അസീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു MM മണി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരാമർശം നടത്താൻ MM മണിയുടെ തന്തയുടെ വകയല്ല ആണോ ഇതെന്നുള്ള ചോദ്യം, അതായത് ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തിയിരുന്നത്. ആ സദസ് അപ്പോൾ കരഘോഷത്തോടെയാണ് അത് ഏറ്റതെങ്കിൽ പോലും ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം ഉന്നയിച്ചതിനോട് ചില നേതാക്കൾക്കൊക്കെ ഒരു അതൃപ്തി ഉണ്ടായിരുന്നു. അത് ഇത്തരത്തിലൊരു നല്ല വിജയം നേടി നിൽക്കുന്ന സമയത്ത് കൂടുതൽ അധിക്ഷേപകരമായ പരാമർശങ്ങളിലേക്ക് പോയി അതിന്റെ ഒരു ശോഭ കെടുത്തരുത് എന്നുള്ളൊരു അഭിപ്രായം ചില നേതാക്കളോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ അവിടെ പ്രകടിപ്പിച്ചത് MM മണി സാധാരണ നാടൻ ഭാഷയിൽ പറയുന്നതെന്ന് പറയുന്ന പോലെ A അസീസ് ഏറ്റവും മുതിർന്ന RSPയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം അത് കൃത്യമായി പറയണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാര്യം അത്രത്തോളം ആ ഒരു വിഷയം ഇനി പ്രചരണ രംഗത്തേക്ക് കൂടെ കൊണ്ടുവരാൻ. കാര്യം ഇന്ന് ചേർന്ന യോഗത്തിലേക്ക് പ്രധാന വിഷയം അതായിരുന്നു. ഇപ്പോൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാളെ മുതൽ ആരംഭിക്കണം. അപ്പോൾ ആ ഒരു രംഗത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ നൽകുന്നത് ഔദാര്യം എന്നുള്ള രീതിയിൽ LDF സർക്കാർ നൽകുന്നു എന്നുള്ളൊരു വിഷയം സജീവമാക്കുന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് RSP നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ദിവ്യ, ശരി, ലിജോ റോളൻസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.